ക്യാരറ്റും മട്ടറും മഞ്ഞൾപ്പൊടി. അന്നേരം രാവിലെ ഞാൻ പ്രൈസമ്മോന് ചീസും ബ്രെഡും അതാണ് അവന് കൊടുത്തു വിടുന്നത്. അവനത് ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും പിന്നെ ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത്. കഴിച്ചിട്ട് പോകണമെങ്കിൽ പ്രൈസമ്മോൻ എന്ത് വന്നാലും രാവിലെ പാസ്തയാണെങ്കിൽ കഴിച്ചിട്ട് പോകും ചൂടോടെ. പോളിൻ്റെ എനിക്ക് പറയാനൊക്കത്തില്ല അവൻ്റെ ഓരോ ദിവസവും. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട്. പോളിനും ഇത് കൊടുത്തു വിടുന്നില്ല, കാരണം തണുക്കുമ്പോൾ അങ്ങ് കട്ടയാവുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്ന സമയത്ത് ഞാൻ കൊടുക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് മസാലയിട്ട് മൂപ്പിച്ചിട്ട് പാസ്തയൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ചായയൊക്കെ ഞാൻ തിളപ്പിച്ചെടുത്തായിരുന്നു. കൊച്ചിന് കൊടുക്കാനുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചിനൊന്നും അവനും ഞാൻ കൊടുക്കും ഇപ്പം. അപ്പം ഇതൊന്ന് ഒരു വിസിലടുപ്പിച്ചെടുക്കട്ടെ. വിസിലടിച്ചിട്ട് പിന്നെ പ്രഷർ തുറന്നു വിടും, അല്ലെങ്കിൽ അതങ്ങ് വെന്തങ്ങിതായിപ്പോവും. അപ്പോൾ ഇവിടെ ഒരാൾ ഇന്നലെ സാധനം വാങ്ങിച്ചാലെന്നാൽ ഒന്നീ 1 കിലോയോ എല്ലാവർക്കും ഒന്ന് കണ്ടിക്കത്തക്ക വിധത്തിൽ വാങ്ങിക്കണ്ടേ, ഒരു മാങ്ങയും കൊണ്ട് വന്ന് രാത്രി. അന്നേരം പോള് വൈകിട്ട് രാത്രിയിൽ പ്രൈസമ്മോൻ അങ്ങ് ഉറങ്ങിയല്ലേ, പോള് രാത്രിയിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അമ്മ അറിഞ്ഞ് വേണ്ട, കൊച്ചിനും ഇത് ഇഷ്ടമാണ്, കൊച്ചുണന്നിട്ട് രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും കട്ട് ചെയ്യുക. എനിക്കങ്ങനെ ഈ മാങ്ങയോടൊന്നും അങ്ങനെ എനിക്ക് ഈ പാളയംകോടൻ പഴം അങ്ങനെയുള്ളതിനോടൊക്കെ ഇഷ്ടം. ഈ മാങ്ങയൊന്നും എനിക്കത്ര താല്പര്യമില്ല. പക്ഷേ ഇവർക്കൊക്കെ മാങ്ങയെന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ പിന്നെ രാവിലെ കട്ട് ചെയ്ത് 4 പേരെയും പോഷിപ്പിച്ചെന്നുള്ള ആൾ സാമ്പിൾ നോക്കിയതാണ്. പക്ഷേ അത്ര പിന്നെ അച്ഛൻ പറയുന്നത് വലിയ അങ്ങ് ഇത്തിരി കണ്ടപ്പം നന്നായിട്ട് പഴുത്തതുപോലെ തോന്നി, പക്ഷേ ഇത്തിരി പുളി പോലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ചായ തിളച്ചിട്ട് ഇത്തിരി നേരമായി. എൻ്റെ കൈ ഒന്നൊഴിയാനായിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ചേക്കുമായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ആറ്റി ഇനിയും ചായ കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസും മയോണൈസൊക്കെ ഒഴിച്ച് അതൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ വെറ്റായിട്ട് ലിക്വിഡായിട്ട് കാണുന്നുണ്ടെങ്കിലും കുറേയും കൂടെ കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് നല്ല പരുവത്തിലാവും. ഇന്ന് ഞാൻ ഇച്ചിരി വെള്ളം കുറച്ചാണ് ഒഴിച്ചത്, അതുകൊണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. പ്രഷർ ഞാൻ ഉടനെ അങ്ങ് തുറന്നു വിട്ടു. അപ്പോൾ ഇനി അടുത്ത ആൾക്കുള്ളതൊന്ന് ഉണ്ടാക്കട്ടെ. ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞിട്ട്, പച്ചമുളക് അരിയാന്നും പറഞ്ഞ് ഞാൻ എടുത്തു, പക്ഷേ പച്ചമുളക് അരിഞ്ഞില്ല. പറഞ്ഞിട്ടുമില്ല ഞാൻ. ഇനിയും പച്ചമുളക് എടുത്ത് കടിച്ചിട്ട് ഇനിയും. അതുകൊണ്ട് 2 മുട്ട ഞാനെടുത്ത് പൊട്ടിച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കിയെടുക്കട്ടെ. രാവിലെ ഇവരുടെ ടിഫിനൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരു സമാധാനമാണ്. രാവിലെയാണ് ഏറ്റവും നമുക്ക് ജോലി കൂടുതലായിട്ട് സമയവും കിട്ടാത്തത്. ഓരോന്നിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കും. ഞാൻ പ്രൈസിന് തലേന്നേ അങ്ങ് യൂണിഫോം എടുത്ത് വെക്കും. എന്നിട്ട് രാവിലെ അവന് കുടിക്കാനുള്ളത് കൊടുത്തിട്ട് അവനോട് ബ്രഷ് ചെയ്യാൻ പറയും. പിന്നെ അത് ഞാനെടുത്ത് കട്ടിലേ വെച്ചിട്ട് ഞാൻ പറയും ഡ്രസ്സ് എടുത്ത്, പിന്നെ ബൈബിൾ വായിക്കാൻ പറയും. പിന്നെ അവൻ ഇച്ചിരി പപ്പ ഉറങ്ങുവാണെങ്കിൽ അവനെങ്ങനെയും ഒന്നുകൂടെ ഒന്ന് തപ്പും. പപ്പയുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് അത് തുറക്കാൻ നോക്കും. എന്നിട്ട് ഗെയിം കളിച്ചാൽ എന്തോ തോറ്റാൽ പിന്നെ ഗ്ലൂമിയായിട്ട് പിന്നെ സ്കൂളിൽ പോകും. അതുകൊണ്ട് ഞാൻ പറയും കളിക്കല്ലെന്ന്. അവൻ്റെ മൊബൈൽ ഞാനെടുത്ത് കബോർഡിൽ വെക്കും. അല്ലെങ്കിൽ രാവിലെ എന്തിനാ വെറുതെ കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നത്, അതുകൊണ്ട്.
അപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചക്കത്തെ ജോലി ചെയ്യാൻ ഭയങ്കര ത്രില്ലിൽ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോഴേ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി കാണുമല്ലോ എന്തുവാന്നുള്ളത്. വയ്യ എങ്കിലും ഇന്ന് ജോലി ചെയ്യാൻ വലിയ ഉത്സാഹമായിരിക്കും. പക്ഷേ ഇത് നേരത്തെ എനിക്ക് നാട്ടിൽ നിന്ന് വിടുന്ന കപ്പയുണ്ടല്ലോ, അതിൻ്റെ കാര്യം ഈ പറയുന്നത്. അപ്പം ഇത്രയും ദിവസം ഞാൻ വെച്ചേക്കുമായിരുന്നു, ഇത്തിരി കഴിയട്ടെ എന്നും പറഞ്ഞ്. സമയവും കിട്ടിയില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഇന്ന് അതൊന്ന് എടുക്കണം. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു. പിന്നെ കപ്പയാകുമ്പം മീൻ വേണമല്ലേ, അങ്ങനെ ആമസോണിൽ നിന്നാണ് മീൻ വാങ്ങിച്ചത്. ഇന്നലെ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞ് ലീഷസിൽ നിന്ന് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കുന്നു. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. ഇത് 1/2 കിലോയാണ്. പക്ഷേ ഒരു പ്രാവശ്യം വാങ്ങിച്ചത് ഇത്തിരി ടേസ്റ്റ് കുറവുണ്ടായിരുന്നു. പിന്നത്തേതൊക്കെ നമുക്ക് മീൻ കണ്ടാൽ മനസ്സിലാവും. നല്ല ഉരുണ്ട മീനാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള, ഈ പരന്ന ഫ്ലാറ്റ് പോലെ ഇരിക്കുന്നത് ടേസ്റ്റ് കാണത്തില്ല. അന്ന് 1 കിലോ ഞങ്ങൾ വാങ്ങിച്ച് ഹാഫായിട്ട് അത് ഒരു പാക്കറ്റ് ഇങ്ങനെ ഫ്ലാറ്റ് പോലുള്ളതും ബാക്കി അല്ലാത്തതുമായിരുന്നു. മീൻ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, കുറേ നാളായില്ല ഇങ്ങനെ നമ്മളുണ്ടാക്കിയിട്ട്. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ അപ്പച്ചൻ മീൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പീസും ഇപ്പം അങ്ങനെ കഴിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയല്ലേ ഇപ്പം മീനില്ലെന്ന് പറഞ്ഞ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട്. അത് കൊടുത്ത് എപ്പോൾ കൊടുത്താലും അത് കഴിക്കുമായിരുന്നു. ഞാൻ ആക്ച്വലി ഈ വാലുവശമാണ് കൊടുക്കുന്നത്. പണ്ടുള്ളവർ പറയും ആണുങ്ങൾക്ക് വാല് കൊടുക്കില്ലെന്നും. ഞാനതെന്താണെന്ന് വാല് കൊടുക്കുന്നത്, നടുവശത്തിന് ഇച്ചിരി കൂടെ മുള്ളുണ്ടല്ലേ വാലിൻ്റെ അവിടെ. ഈ പിള്ളേർക്കാന്നേലും ഞാൻ വാലാണ് കൊടുക്കുന്നത്. പോള് പറയും എനിക്ക് ആ നടുവശം വേണ്ടാന്ന്. ഇവർക്കെല്ലാം വാലുവശമാണ് ഇഷ്ടം. പിന്നെ തലയും ഞാൻ എടുക്കും. പിന്നെ നിവൃത്തികേടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ നടുവശം അങ്ങ് കൊടുക്കും. നടുവശം ആകുമ്പോൾ ഇച്ചിരി നീട്ടി ഇച്ചിരി വലുതായിട്ടൊന്ന് കട്ട് ചെയ്യും. അതിൻ്റെ മുള്ളിൽ ഇച്ചിരി കൂടുതൽ കാണുമല്ലോ വാലിനേക്കായി. ഞാൻ ആ കപ്പ അന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ പുഴുങ്ങി. പിന്നെ ഞാനത് മൊത്തത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് ഞാൻ ഇന്ന് വേവിക്കാനും എടുത്ത് ബാക്കി കുറച്ചുകൊണ്ട് ഞാനതങ്ങ് ഫ്രീസറിലെടുത്ത് വെച്ച്. പിന്നെ എപ്പോഴേലും വേവിക്കാമെന്നും പറഞ്ഞ്. നമ്മുടെ നാട്ടിലെ കപ്പയല്ലേ. അപ്പോൾ നാട്ടിലെ അന്ന് ഞാൻ കപ്പ കാണിച്ചോണ്ടേ റാന്നിയിലെ കപ്പ വേവുന്നതെന്ന് പറഞ്ഞ ഒരു കമൻറ്റ് വന്ന്. റാന്നിയിലെ കപ്പ നല്ല വേവുന്നതാണെന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നായിരുന്നു. പക്ഷേ ഇതുണ്ടല്ലേ, പുഴുങ്ങിയത് നന്നായിട്ട് വേവുന്നതായിരുന്നല്ലേ. അല്ലാതെ വേവിക്കാനെടുത്തത് പൊന്തൻ വലിയ കിഴങ്ങുണ്ടായിരുന്നു. ആ കിഴങ്ങ് നമ്മൾ അരിഞ്ഞ് വന്നോണ്ടേ നടുക്ക് മുട്ടം പോലെ ഉണ്ടായിരുന്നു. മുട്ടം പോലെ. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇതായതായിരിക്കാം. പുഴുങ്ങാനെടുത്തത് ഞാൻ ചെറുതല്ലേ എടുത്തത്. അത് നല്ലതായിട്ട് ഇത് അന്നേരം വേവുന്നുണ്ട്. പക്ഷേ അകമൊക്കെ ഒത്തിരി നമുക്ക് വേസ്റ്റായിപ്പോയി. കാരണം പുറം കുറച്ചേ ഉള്ളായിരുന്നു, അതിൻ്റെ അകത്തോട്ട് മുട്ടം വശമായിരുന്നു. അപ്പം ഞാൻ മീനൊക്കെ വെട്ടിയെടുത്തു. അതൊന്ന് ഇനി ഓയിലൊഴിച്ച് കടുകിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വഴറ്റി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ വരുത്തിച്ച പിരിയൻ മുളക് പൊടിയും മിക്സ് മുളക് പൊടിയും നാട്ടിൽ നിന്ന് വരുത്തിച്ചത് അതാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ അല്ലാതെ ഇവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് ഞാൻ കാശ്മീരി വാങ്ങിക്കും വീട്ടിലത്തെ ആവശ്യത്തിന്. ആ പിരിയനും മിക്സും ഞാൻ അച്ചാറിന് വേണ്ടി എടുത്ത് വെച്ചേക്കുക. അതാണ് അത്രയ്ക്ക് ജെനുവിനായിട്ടാണ് ഞാൻ എൻ്റെ അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടുത്തെ വീട്ടിലാവശ്യത്തിന് ഇവിടുന്ന് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചാലും അച്ചാറിന് ഞാൻ നാട്ടിൽ നിന്ന് മില്ലിൽ നിന്ന് പൊടിപ്പിച്ച പിരിയനും മിക്സും ഉപയോഗിക്കുന്നത്. പിന്നെ എമർജൻസിയിൽ എൻ്റെ മുളക് പൊടി തീരുവാണെങ്കിൽ ഒരു ദിവസം കാണാൻ എടുക്കും. അല്ലെങ്കിൽ തീർന്ന ഉടനെ ഞാൻ ഹസ്ബൻഡിനോട് പറയും കാരണം ഇവിടെ ഒരിടത്തു നിന്നായിരുന്നു ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്നത്. അവിടുത്തെ എനിക്കിത്തിരി മോശമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ അച്ചാർ ഞാൻ ഇട്ട് വയ്ക്കാറില്ല. അപ്പോൾ ചിക്കൻ ഇപ്പം വില കൂടിയത് കൊണ്ട് ഞാൻ എൻ്റെ ലിസ്റ്റിൽ ഇട്ടേക്കുന്ന വിലയല്ല ഇപ്പം. നമ്മൾ ചെന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞ് എനിക്ക് ചിക്കൻ അച്ചാർ വേണമെന്ന്. ഞാൻ പഴയ റേറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് അവിടെ ചെന്നാണ് റേറ്റ് പറഞ്ഞത് വില ഇത്രയും കൂടി. 320 വാങ്ങിച്ചുകൊണ്ടിരുന്ന ബോൺലെസ് 400 പിന്നെ ആ സബ്സ്ക്രൈബറിനെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നില്ല. ഞാൻ പറയും എന്തുവാന്നേലും വാങ്ങിയിര്. പിന്നെ ഞാൻ പുള്ളിക്കാരി എടുത്ത് പറഞ്ഞ് ഇന്നതുപോലെ കാര്യം കാരണം എനിക്ക് പറയാനൊരു വല്ലാതെ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഒരു പ്രോബ്ലം ഇല്ല വിജി, എത്ര രൂപ എക്സ്ട്രാ എന്നുള്ളത് വെച്ചാൽ വിജി എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഓർഡർ കഴിഞ്ഞ ദിവസവും വന്നോണ്ടേ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ചിക്കൻ്റെ പഴയ റേറ്റല്ല പിന്നെ 750 ആയെന്ന് പറഞ്ഞു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിച്ചാൽ മതിയല്ലോ. നമ്മളല്ലാതെ വാങ്ങിച്ചിട്ടിട്ട് എനിക്കും 1 കിലോയൊക്കെ ഇടുവാണെങ്കിൽ അതിൽ 100 രൂപയെങ്ങാണോ കിട്ടും. കാരണം ഗ്യാസ് തൊട്ട് കറിവേപ്പില വരെ നമ്മൾ വാങ്ങിക്കുക.
അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു തുച്ഛമായ വില. ഇപ്പം ഡബ്ബയ്ക്കാണേലും നമ്മൾ അച്ചാറിടുന്ന അയക്കുന്ന ഡബ്ബ തന്നെ ആണെങ്കിലും നമ്മൾ നല്ല കമ്പനിയുടെ ഡബ്ബയാണ് വാങ്ങിക്കുന്നത്. അല്ലാതെ 10-12 രൂപയുടെ ഡബ്ബ കിട്ടും. പക്ഷേ ഞങ്ങൾ വാങ്ങിക്കുന്നത് സൺബെക്റ്റിൻ്റെ ആദ്യം 20 ഇപ്പോൾ അത് ഇനി അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ 22 ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും വില കൂടുക. അപ്പോൾ അതനുസരിച്ചല്ലേ, ഞാൻ അച്ചാറിൻ്റെ വില ഇതുവരെ കൂട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വില, ബീഫിനും വില കൂട്ടിയവർ. അവർക്ക് ടാക്സും അതും ഇതും കൂടുന്നതനുസരിച്ച് അവർ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്തോ ചെയ്യും, ഇപ്പോൾ ആൾക്കാർ എന്തൊക്കെയോ ഇത്രയും വിലയോ എന്ന്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ, നാട്ടിലൊരു ഒരു അച്ചാറിൻ്റെ ലിസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടോണ്ടേ. നോൺ വെജിന് കുഴപ്പമില്ല, വെജിനെല്ലാം 1 കിലോ 500 രൂപ. ഞാൻ കൊടുക്കുന്ന ലെമൺ ആൻഡ് ഡേറ്റ്സ് ലെമൺ ആൻഡ് ഡേറ്റ്സ് ആണെങ്കിലും നെല്ലിക്ക ഈന്തപ്പഴമാണെങ്കിലും എല്ലാം 500 രൂപ. നമ്മളത്രയൊന്നും എടുക്കുന്നില്ല, എന്നിട്ടും വില കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ തോരൻ വെച്ചായിരുന്നു. പക്ഷേ അതെന്തോ മൈൻഡിലിരുന്ന് ഞാൻ അരിഞ്ഞതാണ്. ഇങ്ങനല്ലായിരുന്നു അരിയേണ്ടിയത്, കൊത്തിയായിരുന്നു അരിയേണ്ടിയത്. ഇത് ഞാൻ ഇച്ചിരി നീളത്തിലാണ് അരിഞ്ഞത്. പിന്നെ കുഴപ്പമില്ലായിരുന്നു തോരൻ വെച്ചിട്ട്. പക്ഷേ നമുക്ക് എന്താണേലും അല്ലാതെ അരിയുന്നതാണ്, കുഞ്ഞായിട്ട് പൊടിയായിട്ട് കൊത്തി അരിയുന്നതായിരുന്നു നല്ലത്. ഞാൻ കപ്പ 2 ഊറ്റിക്കളഞ്ഞു. അപ്പോൾ ഇന്നാളി എന്നോട് നമ്മുടെ ഷീല ചോദിച്ചായിരുന്നു, ബിജി വെള്ളം രണ്ടാമതും ഇങ്ങനെ കപ്പയിൽ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്ന് ചോദിച്ചു. പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കറക്കി ആ കൊഴുപ്പൊക്കെ ഒന്ന് പോകണമല്ലേ, നമ്മൾ പണ്ട് പറഞ്ഞല്ലേ കപ്പയ്ക്ക് കട്ടുണ്ടെങ്കിൽ പോകണമെന്ന്, അതൊക്കെ പോകാനായിട്ട് നന്നായിട്ട് നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ അങ്ങ് പോകുമല്ലേ. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് അരപ്പിട്ടിട്ടുണ്ട്. അരപ്പിൽ തന്നെ ഞാൻ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഇനി ഇച്ചിരി കപ്പ വെന്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം, ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒതുക്കി അവിടെ കിടക്കട്ടെ. ആ കപ്പയിലൊക്കെ ആ അരപ്പൊന്ന് പിടിക്കട്ടെ. അപ്പം ബ്രൈസൺ സ്കൂളിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ ആ അരപ്പ് അങ്ങോട്ട് ആവി കയറുമ്പോൾ ഒരു മണം വരുമല്ലേ. അന്നേരം ബ്രൈസൺ ചോദിച്ചു, നല്ല മണം വരുന്നല്ലോ. ഈ പിള്ളേർക്ക് ഇങ്ങനെ ഈ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, അവിയലുണ്ടാക്കുമ്പോഴും ആ വെളുത്തുള്ളിയുടെയൊക്കെ മണം, ആ മണത്തിലാണ് അവർക്ക് വിശപ്പ് വരുന്നതും കഴിക്കണമെന്ന് തോന്നുന്നത്. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞ് ആശം വന്നിട്ട് ചപ്പാത്തി കഴിച്ചായിരുന്നു. ഈ മണം എന്ന് പറഞ്ഞ് വന്ന് തപ്പിയുണ്ടേ. പിന്നെ ഇച്ചിരി കപ്പയും മീനോടെ കൊടുത്ത്. ഇഷ്ടമാണ് ആൾക്ക്, ഭയങ്കര ഇഷ്ടമാണ്. കപ്പയൊക്കെ കുഴച്ച് വെച്ചു. പിന്നെ മീൻകറി വറ്റി വന്നായിരുന്നു. ഞാൻ ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനി കൺട്രോളില്ല, ഇനി ഞാൻ ഇരിക്കത്തില്ല. അല്ലെങ്കിൽ കപ്പയും മീനൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് നേരം അകത്ത് പോയിരുന്നിട്ടൊക്കെ വല്ലതും കഴിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇന്ന് കപ്പയായതുകൊണ്ട് ഉടനെ കഴിക്കും. എന്നാലും ഒരു 5 മിനിറ്റ് ഇരുന്നേ, കാരണം ഇത്രയും ചൂടല്ലേ. ചൂടത്ത് പോയിരുന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ഞാൻ ഇന്നാളി കപ്പ ഇട്ടണ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലുള്ളവർക്ക് അത്രയും ഇത് കാണത്ത. അപ്പോൾ ഒരു കമൻറ്റ് വന്നു, നാട്ടിലുള്ളവർക്കും കപ്പ കൊതിയാണ്. നമ്മുടെ കേരളക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കപ്പ ചക്ക. ഇനി പിന്നെ കഴിച്ചുകൂടെ കാണിക്കണ്ടേ. പുഴുങ്ങിയത് ഞാൻ ചെറിയ കപ്പ എടുത്താൽ പുഴുങ്ങിയ ഇതിൻ്റെ അകത്ത് വലിയ കപ്പയുണ്ടല്ലേ, അകം മുട്ടം പോലെ ആയിരുന്നു. എനിക്കൊന്ന് കിടന്നങ്ങ് ഇതായതാണ്. അതുകൊണ്ട് അത്രയും ഇന്നലെ പുഴുങ്ങിയതിൻ്റെ അത്രയും ഒരു പൊടി പോലെ വരുന്നില്ല. വെന്തു, ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. മീനും ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.